ഇനി അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന് യൂണിഫോമിറ്റി, അതുപോലെ തന്നെ കംപ്ലീറ്റ്നെസ്. ഒരു ഇൻസ്ട്രക്ഷൻ്റെ യൂണിഫോമിറ്റി, കംപ്ലീറ്റ്നെസ്, പിന്നെ ഇൻസ്ട്രക്ഷൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ മെഷീൻ ഇഡിയംസ്. ഈ 4 കാര്യങ്ങളാണ് നേച്ചർ ഓഫ് ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതായത് നമുക്കിപ്പോൾ ടാർഗറ്റ് പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസിനെ കുറിച്ച് നമ്മൾ അധികം കെയർ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് അതിനെ അത്രയ്ക്ക് എഫിഷ്യൻസി നമുക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അല്ല വേറെ അതിന് ഫീച്ചേഴ്സോ അതിലൊന്നുമില്ല. നമുക്ക് അധികം എഫിഷ്യൻസി അല്ലാത്ത ടാർഗറ്റ് പ്രോഗ്രാമിന് വേണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ജനറേറ്റഡ് കോഡിൻ്റെ ക്വാളിറ്റിയാണ്. അതിപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കോഡിൻ്റെ സ്പീഡ്, അതുപോലെ കോഡിൻ്റെ സൈസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റിൽ A=A+1 A ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് A=A+1 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ ഇൻസ്ട്രക്ഷനാണ് ഇതെന്ന് പറയുന്നത്. മൂവ് ആദ്യം എയുടെ വാല്യൂ R0 കൊടുക്കും, എന്നിട്ട് R0യിൽ +1 ചെയ്യും, തിരിച്ച് R0ൻ്റെ വാല്യൂ എയിലേക്ക് കൊടുക്കും. അപ്പോൾ അതാണ് 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സിംഗിൾ ഇൻസ്ട്രക്ഷൻസ് എന്താണല്ലോ, ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഓരോ അഡ്രസ്സിങ് മോഡ്സിൻ്റെ അതിൻ്റെ ഫോം പഠിക്കണം. അതുപോലെ അഡ്രസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കണം. അതുപോലെ തന്നെ ഓരോ അഡ്രസ്സിങ് മോഡ്സിനും ഓരോ കോസ്റ്റാണുള്ളത്. 1, 0 മാത്രമേ ഉള്ളൂ. ഓരോ കോസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആബ്സല്യൂട്ട് മോഡിൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് M ആണ്. അപ്പോൾ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ M വെച്ചിട്ട് തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രജിസ്റ്ററിൻ്റെ രജിസ്റ്റർ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ കാര്യം നോക്കാം. രജിസ്റ്ററിൻ്റെ ഫോം എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന അവിടെ എത്ര കോസ്റ്റ് ആയിന്ന് വെച്ചാൽ 0 കോസ്റ്റാണ് അവിടെ ഉള്ളത്. ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ ഓരോന്നും. ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ C(R) ആണ്. അപ്പോൾ സിയുടെ വാല്യൂം അതുപോലെ തന്നെ ആറിലുള്ള എന്താണ് കണ്ടൻസ് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്രസ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ (R) എന്ന് പറയുമ്പോൾ ആറിലുള്ള കണ്ടൻസ് അത് ചേർന്നിട്ടാണ് നമുക്ക് അതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് ഇൻഡെക്സർ എന്ന് പറയുമ്പോൾ (C(R) അതായത് കണ്ടൻസ് ഓഫ് സിയും അതുപോലെ തന്നെ കണ്ടൻസ് ഓഫ് ആറും കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റാണുള്ളത്. ഇനി ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് 1+ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിങ് മോഡ്സ്. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൂവ് R0, R1. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1+ R0 എന്ന് പറയുന്നത് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെയും ഇവിടെ ഒരു R1 തന്നെയാണ്, അത് രജിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ 0. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി മൂവ് R0, M. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1+ R0ൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. M എന്ന് ഉദ്ദേശിക്കുന്നത് ആബ്സല്യൂട്ട് അഡ്രസ്സിങ് മോഡാണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1+1 2 വരും. ഇനി ആഡ് #1, R0 എന്ന് പറയുമ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1+ ഈ 1ൻ്റെ ലെങ്ത് ആയിട്ടുള്ള 1 വരും. പിന്നെ R0 എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1+1 കോസ്റ്റ് 2 വരും. ഇനി സബ്ട്രാക്ട് ഓഫ് 2 ഓഫ് R0, (8R1). അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1+ വരും. അതായത് ഇതെന്ന് പറയുന്നത് ഏത് ഫോമാണ്? 2 ഓഫ് R0 എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് ഫോമാണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ (8R1) അത് ഏത് ഫോമില? ഇൻഡയറക്റ്റ് ഇൻഡെക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ 1 ആണ്. ടോട്ടൽ 3. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാമെന്ന് നോക്കിയാൽ A=B+C. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അത് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് എഴുതണം. അതായത് B+C അല്ലേ. അപ്പോൾ ആദ്യം Bയുടെ കണ്ടൻറ്റ് R0ക്ക് കൊടുത്തു, എന്നിട്ട് Cയുടെ കണ്ടൻറ്റ് R0ക്ക് കൊടുത്തു, ആഡ് ചെയ്തു, എന്നിട്ട് R0 കണ്ടൻറ്റ് Aയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ 3 ഇൻസ്ട്രക്ഷൻസാണ് വരിക. 1+ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ Bയുടെ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. പിന്നെ R0 എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആയതുകൊണ്ട് 0 വരും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ആഡ് ചെയ്യുമ്പോൾ 6 വരും. ഓക്കെ.